രമണൻപിള്ള പറയുകയാണ്, വെറും ഒരു കോൾ ചെയ്താൽ മതി, ആളെങ്ങി എത്തിക്കോളും. അത് കേട്ട് രാഘവൻ നായർ പറയുകയാണ്, അന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറായിരുന്നു അർജുൻ. പിന്നെ ഭാമ കാലു പിടിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അന്നത് നടക്കാഞ്ഞത്. പക്ഷേ അവന്റെ അമ്മ വസുമതിയുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അന്നേരം സത്യഭാമയുടെ വണ്ടിയുടെ ഹോൺ കേട്ട് രമണൻപിള്ള പറയുകയാണ്, സത്യാമ്മ വന്നെന്ന് തോന്നുന്നു. പ്രീതി പറയുകയാണ്, അമ്മ സമ്മതിച്ചാൽ പിന്നെ അർജുനേട്ടന്റെ അമ്മയൊന്നും ഒരു വിഷയമല്ല അച്ഛാ. ഇനി എന്തും നേരിടാൻ തയ്യാറാണെന്നാണ് അർജുനേട്ടൻ പറയുന്നത്. ഞങ്ങള് വീട് മാറി താമസിച്ചാലും മതിയല്ലോ. അത്യാവശ്യം പ്രാക്ടീസ് ഉള്ള വക്കീലല്ലേ അർജുനേട്ടൻ. ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഓ അത് ശരി, അപ്പോൾ രണ്ടുപേരും പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുവാണ് അല്ലേ? അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് രമണൻപിള്ളയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ് രാഘവൻ നായർ. അന്നേരം അവിടേക്ക് ദേഷ്യത്തോടെ വന്ന സത്യഭാമ രാഘവൻ നായരെ അടുത്ത് ഇരിക്കുകയാണ്. പിള്ള പറയുകയാണ്, സത്യാമ്മേ, ഞാൻ അർജുനൻ വക്കീലുമായി സംസാരിച്ചു. ഏത് അർജുനെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് സത്യഭാമ. സത്യാമ്മ മറന്നോ പ്രീതിമോളുടെ കാര്യത്തിന്? അന്നേരം സത്യഭാമ പറയുകയാണ്, എന്റെ മോൾക്ക് അങ്ങനെ ഒരു ഭർത്താവില്ല. അവളുടെ കഴുത്തിൽ കയറ് കെട്ടി കയത്തിൽ താഴ്ത്തേണ്ടി വന്നാലും പ്രീതിയെ ഞാൻ അവന് കൊടുക്കില്ല. അതെന്റെ തീരുമാനമാണ്. അത് കേട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും രമണൻപിള്ളയും ജയയും ഒക്കെ. രാഘവൻ നായർ പറയുകയാണ്, അല്ല, അയാൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നാണ് പിള്ളയോട് പറഞ്ഞത്. അവൻ എന്തും പറയും രാഘവേട്ട. കോടതിയിൽ മാത്രമല്ല അവന്റെ അഭിനയവും നുണപറച്ചിലും. കറുത്ത കോട്ടിട്ട കുറുക്കനാണവൻ. നമ്മുടെ മുന്നിൽ കുഞ്ഞാടായിട്ട് നടിക്കുന്നതാണ്. ഈ പൊട്ടിപ്പെണ്ണിന്റെ മുൻപിൽ വീട്ടുകാരാൽ ദാമ്പത്യബന്ധം നിഷേധിക്കപ്പെട്ട ഒരു സാധു ഭർത്താവ്. എന്റെയും നിങ്ങളുടെയും മുൻപിൽ ഒരു നിരാശ കാമുകൻ. അവന്റെ വീട്ടുകാർക്ക് മുൻപിൽ അനുസരണയുള്ള മകൻ. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? സത്യഭാമയെ തകർക്കാനുള്ള കരുനീക്കം നടത്തൽ. അത്ര തന്നെ. എന്താ സംഭവിച്ചതെന്ന് പറ ഭാമേ. നീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. സംഭവിച്ചതൊന്നും പറയണ്ട. ഇന്നൊരു പീറപ്പെണ്ണ് എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു, എന്നെ മുച്ചോടെ മുടിക്കുമെന്ന്. പാവങ്ങളുടെ പലിശപ്പണം കൊണ്ട് കൊഴുത്തു തടിച്ച് സമൂഹത്തെ തിന്നുന്ന ക്യാൻസറാണ് ഞാനെന്ന്. എനിക്കെതിരെയുള്ള തിരിച്ചടികൾ ഓരോന്നായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവളുടെ വെല്ലുവിളി. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇതൊന്നും അവളായിട്ട് പറഞ്ഞതല്ല, അവളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. ആ നന്ദികെട്ട വക്കീൽ പരീക്ഷ. അവനെന്തിനാ അവിടെ നിന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, അവൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ തന്നെ. മുൻപ് അമ്പലത്തിൽ വെച്ച് അവൾ എന്റെ കൈ തടുത്തപ്പോഴും അവൻ ഇതുപോലെ അവിടെ ഉണ്ടായിരുന്നു. അവൾ അന്നെന്നെ താലിയുടെ മഹത്വം പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കി. സ്വന്തം മകൾക്കൊരു വിവാഹ ജീവിതം നിഷേധിക്കുന്ന ഞാൻ നാട് നന്നാക്കാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ആദ്യം വീട് നന്നാക്കാൻ. ഇതൊക്കെ കാതിൽ ഓതിക്കൊടുത്ത് പറയിപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? ഈ വക്കീല് തന്നെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് നിനക്കെന്താ ഭാമേ? നീ എന്തിനാ ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല രാഘവേട്ട. അവള് വെറും ഒരു കരു മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവന്റെ അമ്മ പലവട്ടം എന്റെ മുഖത്ത് നോക്കി പലിശക്കാരി എന്ന് പരിഹസിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവളെ കൊണ്ടും അവൻ ചെയ്യിക്കുന്നത്. ആൾക്കാരുടെ മുൻപിൽ വെച്ച് പലവട്ടം പരിഹസിച്ച് ആടിനെ പട്ടിയാക്കാനുള്ള അവന്റെ ശ്രമം. ശരി, സത്യഭാമ പലിശക്കാരിയും പണക്കൊതിച്ചിയും ആണെങ്കിൽ എന്റെ മകളെ ഇനി അവന് നൽകേണ്ടെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇനി അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ സത്യഭാമ മരിക്കണം. അത്രയും കേട്ടതോടെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് പ്രീതി. പിന്നീട് കാണിക്കുന്നത് മുകളിലിരുന്ന് ഫോൺ ചെയ്യുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണു പറയുകയാണ്, കേസൊന്നും ഉണ്ടാവില്ല, ആ പരാതി തന്നെ ഞാനിങ്ങ് പൊക്കിയില്ലേ. ഏതായാലും പരാതിക്കാരി ശാലിനിയാണെന്ന് മാത്രം അമ്മ അറിയാതിരുന്നാൽ മതി. അന്നേരം കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന പ്രീതിയെ കാണുകയാണ് വിഷ്ണു. എടാ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് വിഷ്ണു. താഴെ ഭാമയെന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, വേണ്ട രാഘവേട്ട, ഇതിന് മാറ്റമൊന്നും ഇല്ല. ശത്രുവിനോട് വിട്ടുവീഴ്ച ചെയ്തവരൊക്കെ തകർന്നിട്ടേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അർജുനൻ ഇനി മരുമകൻ അല്ല, ശത്രു മാത്രമാണ്, വെറും ശത്രു മാത്രം. അതേസമയം പ്രീതി കരഞ്ഞുകൊണ്ട് അകത്ത് കയറി കുറ്റിയിടുകയാണ്. ഇത് കണ്ട വിഷ്ണു പുറത്തുനിന്ന് കതക് തട്ടി വിളിക്കുകയാണ്, പ്രീതി പ്രീതി എന്ന്. കതക് തട്ടിക്കൊണ്ട് വിഷ്ണു പറയുന്നുണ്ട്, എടി തുറന്നേ. വിഷ്ണുവിന്റെ ഉറക്കമുള്ള വിളി ശ്രദ്ധിക്കുകയാണ് രാഘവൻ നായരും പിള്ളയുമൊക്കെ. നേരം അകത്ത് പ്രീതി മുകളിലത്തെ ഫാൻ നോക്കിയിട്ട് തനിയെ പറയുകയാണ്, അർജുനേട്ടൻ ഇല്ലാത്തൊരു ജീവിതം എനിക്കിനി വേണ്ട. അടുത്ത ജന്മം നമുക്കൊരുമിച്ച് ജീവിക്കാം. അന്നെങ്കിലും നമ്മളെ ആരും പിരിക്കാതിരിക്കട്ടെ. അതേസമയം വിഷ്ണുവിന്റെ വിളിയും പ്രീതി ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്തുനിന്ന് വിഷ്ണു താഴേക്ക് നോക്കി പറയുകയാണ്, പിള്ളച്ചേട്ട, അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ. അന്നേരം പിള്ളയൊക്കെ മുകളിലേക്ക് കയറുകയാണ്. പിള്ള വന്ന് ചോദിക്കുകയാണ്, എന്തു പറ്റി മോനെ? അറിയില്ല. അവൾ അകത്ത് കയറി വാതിൽ അടച്ചിരിക്കുകയാണ്. അതേസമയം അകത്ത് പ്രീതി അൽമാര തുറന്ന് ഒരു സാരി എടുക്കുകയാണ്.
താഴേക്ക് വന്ന സത്യഭാമയും ചോദിക്കുന്നുണ്ട്, എന്താ എന്തു പറ്റി? ഇവിടേക്ക് വന്ന സത്യഭാമയും ചോദിക്കുകയാണ്, എന്താ എന്തു പറ്റി? അറിയില്ലമ്മ. അവൾ പെട്ടെന്ന് അകത്ത് കയറി കരഞ്ഞുകൊണ്ട് വാതിലടച്ചു. അതേസമയം താഴെ ഇരുന്ന് വീൽചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച രാഘവൻ നായർ താഴെ വീഴുകയാണ്. പെട്ടെന്ന് വിഷ്ണു വാതിൽ ചവിട്ടി തുറക്കുകയാണ്. ചവിട്ടി തുറക്കുന്ന വിഷ്ണു ഭാമയും ഒക്കെ കാണുന്നത് ഫാനിൽ തൂങ്ങാൻ നിൽക്കുന്ന പ്രീതിയാണ്. പെട്ടെന്ന് വിഷ്ണു പ്രീതിയെ വലിച്ച് താഴേക്കിടുകയാണ്. എന്തുവായി കാണിക്കുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിഷ്ണു കട്ടിലേക്ക് വലിച്ചിടുകയാണ് പ്രീതിയെ. ആകെ അമ്പരുന്ന സത്യഭാമ പിള്ളയോടും ജയോടും പറയുകയാണ്, രണ്ടാളും ഒന്ന് താഴേക്ക് പോയേ, അവിടെ രാഘവേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവർ പോയ ശേഷം പ്രീതിയെ അടിക്കുകയാണ് സത്യഭാമ. അത് കണ്ട് അമ്മയെന്ന് വിളിക്കുകയാണ് വിഷ്ണു. കരഞ്ഞുകൊണ്ട് വിഷ്ണു ചോദിക്കുകയാണ്, എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളെ പറ്റി ഒരു നിമിഷം നീ ആലോചിച്ചോ? സത്യഭാമ പറയുകയാണ്, മതി നിന്റെ ഈ നാടകം. അവൾക്ക് നമ്മളൊന്നും അല്ല പ്രധാനം. ആസുരവിത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, ഇനിയെങ്കിലും അർജുനേട്ടനെ ചീത്ത പറയുന്നത് ഒന്ന് നിർത്തമ്മേ. ഞങ്ങള് രണ്ടാളെയും കൊന്നാലേ അമ്മയ്ക്ക് സമാധാനമാകൂ. അവന് രണ്ട് പറഞ്ഞപ്പോൾ അവളുടെ ഒരു വീർ നോക്കിയേ. അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന അവനൊരു പുരുഷനാണോടി? അമ്മ പറഞ്ഞു മാപ്പ് പറയരുതെന്ന്. ആകാശം ഇടിഞ്ഞു വീണാലും അവൻ പറയില്ല. കാരണം അവന് പ്രധാനം അമ്മയാണ്, നീയല്ല. നിനക്ക് പ്രധാനം ജീവൻ തന്ന അമ്മയല്ല, നിന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തവനാണ്. എന്നിട്ടവള് സ്വന്തം ജീവൻ കൊടുക്കാൻ നടക്കുന്നു. ഞാൻ കൊടുക്കും അർജുനേട്ടനൊപ്പം ജീവിക്കാൻ അമ്മ അനുവദിച്ചില്ലെങ്കിൽ. എങ്കിൽ കൊടുക്കടി. പെറ്റതിലൊന്ന് പാഴായെന്ന് വിചാരിക്കും ഈ സത്യഭാമ. എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ അവന് കൊടുക്കില്ല. ഇതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, രണ്ടാളും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതെന്താ വീടാണോ? അതോ അമ്മയൊന്ന് താഴെ പോയേ. പ്രീതി കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ അവളോടൊന്ന് സംസാരിക്കാം. അമ്മ അതിലൊന്നും ഇടപെടാതിരുന്നാൽ മതി. ദേഷ്യപ്പെട്ട് വീണ്ടും സത്യഭാമ പറയുകയാണ്, നീ സംസാരിച്ചാലും ഇല്ലെങ്കിലും ഒന്ന് ഞാൻ പറയാം. അർജുനെ ഇനി ഇവളുടെ ഭർത്താവെന്ന് പറയണ്ട. വെറും ഒരു അപരിചിതൻ. ഇനി അത്രയുള്ളൂ ഇവൾക്കിനി അവൻ. ഇനി ഒരുമിച്ച് ജീവിക്കാമെന്നല്ല, ഒരു വട്ടം പരസ്പരം കാണാൻ പോലും ഞാൻ ഇനി അനുവദിക്കില്ല. ഞാൻ അറിയാതെ ഇവളിനി ഈ മുറ്റം വിട്ട് ഇറങ്ങാനും പാടില്ല. ഇതെന്റെ തീരുമാനമാണ്. പ്രീതി പറയുകയാണ്, അല്ലെങ്കിലും ഇത് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. അമ്മയുടെ ആ തീരുമാനത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോയത്. പക്ഷെ ഇപ്പോൾ അത് നടന്നില്ല, നാളെ അത് നടക്കും. എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ലേ അമ്മയുടെ അനുവാദം ആവശ്യമുള്ളൂ. മരിക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലല്ലോ. ഈ മുറ്റം വിട്ട് ഞാനിനി പോകുന്നത് പുറത്തേക്കല്ല, മുകളിലേക്കാണ്. അതാണ് എന്റെ തീരുമാനം. എന്നും എപ്പോഴും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് കാവലിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം എനിക്ക് എങ്ങനെ ജയിക്കാൻ പറ്റുമെന്ന്. കൊണ്ട് സത്യഭാമ പറയുകയാണ്, ആഹാ, എങ്കിൽ ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ ജയിപ്പിക്കാമടി. അതിനുശേഷം പ്രീതിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കുകയാണ് സത്യഭാമ. വിഷ്ണു ചോദിക്കുകയാണ്, അമ്മ എന്താണ് ഈ കാണിക്കുന്നത്? അവക്ക് മരിക്കണമെന്നല്ലേ പറഞ്ഞത്? കൊന്നുതരാം ഞാൻ അവളെ. സത്യഭാമയെ പിടിച്ച് മുറുക്കി പുറത്താക്കുകയാണ് വിഷ്ണു. എന്നെ വിടാനല്ലേ പറഞ്ഞതെന്ന് സത്യഭാമ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ശരി എങ്കിൽ ചെല്ല്, ഇപ്പൊ തന്നെ അങ്ങ് കൊല്ല്. വേണമെങ്കിൽ ഞാനും കൂടി സഹായിക്കാം. നാട്ടുകാർക്ക് മുഴുവൻ നീതി നടപ്പാക്കുന്ന സത്യാമ്മയല്ലേ. വീട്ടിലും നടക്കട്ടെ വധശിക്ഷ വിധിക്കലും നടപ്പാക്കലുമൊക്കെ. സത്യഭാമ പറയുകയാണ്, വൃത്തികെട്ട പെണ്ണ്, കളിക്കുകയാണ് അവള് എന്നെ തോൽപ്പിക്കാൻ. എന്ത് ബോധക്കേടാണമ്മേ ഈ പറയുന്നതും കാണിക്കുന്നതുമൊക്കെ. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ പ്രീതി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. മനസ്സാകെ തളർന്നിരിക്കുകയാണ് അവള്. അപ്പോൾ വീണ്ടും അവളെ മുറിവേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്കിപ്പോൾ മക്കളേക്കാൾ വിശ്വാസം ആ രാജേശ്വരിയെ പോലുള്ളവരെയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഇപ്പോൾ ആ ശാരദാമ്മയുടെ വീട്ടിൽ പോയത് പോലും. ആടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയോട്. അതിപ്പോ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും അച്ഛനും. വീഴുന്നത് സ്വന്തം കുടുംബത്തിലെ ചോരയാണെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ നല്ലത്. അമ്മ ഒന്നുകൂടി, പ്രീതി ഇനി ഒരിക്കൽ കൂടി ഒരു കടുങ്കതി ചെയ്താൽ വീഴുന്നത് അവളുടെ ശവം മാത്രമായിരിക്കില്ല, ഇപ്പോഴേ ജീവച്ഛവമായിരിക്കുന്ന അച്ഛന്റെ ശവം കൂടിയായിരിക്കും. പകുതി വയ്യാത്ത അച്ഛനെ മുഴുവൻ സ്റ്റോക്ക് വരുത്തി കിടത്തണോ? അമ്മ തന്നെ പറയ്. മുഖം കുനിച്ചു നിൽക്കുന്ന സത്യഭാമയോട് വീണ്ടും അലറിക്കൊണ്ട് വിഷ്ണു പറയുകയാണ്, അമ്മ തന്നെ പറയ്. അന്നേരം സത്യഭാമയുടെ ദേഷ്യമൊക്കെ ഒന്നടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. അവിടെ എന്തൊക്കെയോ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് രാജേശ്വരി. അന്നേരം അവിടേക്ക് വരികയാണ് ഗോപാലകൃഷ്ണൻ. എന്തു പറ്റി രാജേശ്വരി? നല്ല ക്ഷീണമായി പോയി അല്ലേ? ആ, ക്ഷീണം കാണും. സ്വന്തമായിട്ട് ഭൂലോക ഐഡിയ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയും കൂട്ടി പോയിട്ട് ഒന്നും നടന്നില്ല അല്ലേ? ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, ദേ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഞാൻ ആകെ ചൂട് പിടിച്ചിരിക്കുകയാണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ തണുത്തൊരു ലൈം ജ്യൂസ് എടുക്കട്ടെ? അതോ കരിമ്പിൻ ജ്യൂസ് ആയാലോ? തണ്ണിമത്തൻ തല തണുക്കാൻ ബെസ്റ്റ് ആണ്.
മുൻ ഭാര്യയുടെ വിജയം നിങ്ങൾ അത്രയ്ക്കങ്ങ് ആഘോഷിക്കേണ്ട. രാജേശ്വരി ഇതുകൊണ്ടൊന്നും തോറ്റുപോകുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ. ആഘോഷിക്കും രാജേശ്വരി, ആഘോഷിക്കും ഞാൻ. മുൻ ഭാര്യയുടെ വിജയമല്ല നിന്റെ തോൽവി. അത് പക്ഷെ നീ തോൽക്കണമെന്ന് ഈ ഗോപാലകൃഷ്ണന് ആഗ്രഹമുള്ളത് കൊണ്ടല്ല. നിന്റെ ജയമെന്നും എന്റെയും ജയം തന്നെയാണ്. പക്ഷെ നീ എന്നെ അങ്ങനെയല്ല കണ്ടിരുന്നത്. ഞാൻ ഇതിലെന്തോ കള്ളക്കളി കളിക്കുന്നുണ്ടെന്ന് നിനക്ക് സംശയമുണ്ടായിരുന്നു. അവളോട്, ആ ശാരദയോട് എനിക്കെന്തോ സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നീ നേരിട്ട് പടവെട്ടാൻ കളത്തിലിറങ്ങിയത്. എന്നിട്ടെന്തായി? ഗോവിന്ദ ഗോവിന്ദ എന്ന് തന്നെയല്ലേ ഇപ്പോഴും കാര്യങ്ങൾ? അതെ, കരക്കിരുന്ന് കാണാനും കമന്റ് ചെയ്യാനും എല്ലാവർക്കും എളുപ്പമാണ്. വള്ളം തുഴയുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ. അതുകൊണ്ട് നിന്റെ ഈ തോൽവി നല്ലതാണെന്നേ ഞാൻ പറയൂ. രാജേശ്വരി തോറ്റെന്ന് ആര് പറഞ്ഞു? കാശെണ്ണി കൊടുത്തതാണെങ്കിലേ സത്യഭാമയെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കും. അത് തീർച്ചയാണെന്ന് രാജേശ്വരി പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഒരു തീർച്ചയും ഇല്ല. സത്യഭാമ ആരെന്നാണ് രാജേശ്വരി നീ കരുതിയിരിക്കുന്നത്? കാശ് കൊടുത്താൽ കാലെടുത്തു കൊണ്ടുവരുന്ന കൊട്ടേഷൻകാരിയൊന്നും അല്ല അവര്. നീതിക്ക് വേണ്ടിയേ അവര് നിൽക്കൂ. അതുകൊണ്ടാണ് കള്ളം പറഞ്ഞ് ഞാൻ അവരെ കളത്തിലിറക്കിയത്. കുറച്ച് ഗുണ്ടാ പെണ്ണുങ്ങൾ നമ്മുടെ സ്ഥലം കയ്യേറിയെന്നാണ് അന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നത്. ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് ബാലചന്ദ്രൻ. പക്ഷേ നീ അവരെയും കൊണ്ട് അവിടെ ചെന്നപ്പോഴേ സംഗതി പോയി. ഇതൊക്കെ നോക്കിയും കണ്ടും വേണമായിരുന്നു ചെയ്യാൻ. ഇതാണ് പറയുന്നത് പെൺബുദ്ധി പിൻബുദ്ധി എന്ന്. ചുരുക്കി പറഞ്ഞാൽ സത്യഭാമ എന്നുള്ള ആയുധം നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥം. അത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അത് കുഴപ്പമില്ല അളിയ. ഒരു ശൂർപ്പണക പോയാൽ മറ്റൊരു രാവണനെ രംഗത്തിറക്കും, അത്ര തന്നെ. ചേച്ചി വിഷമിക്കേണ്ട. അല്ലെങ്കിലും അളിയനിയാട്ടം പണ്ടേ ഉള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ കൂടെ, ചിലപ്പോൾ അവരുടെ കൂടെ. അതാണ് സ്വഭാവം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ചേച്ചി ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ സേനാനായകൻ ഞാനായിരിക്കും. ഇവിടെ കുടുംബശ്രീക്കാരെ തോൽപ്പിക്കാൻ ഞാനൊരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. ചേച്ചിക്ക് മാത്രമായിട്ടെന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്തു പ്ലാൻ? അത് അളിയൻ അറിയണ്ട. ഇതേ ചേച്ചിയുടെയും അനിയന്റെയും മാത്രം പ്ലാനാണ്. കുടുംബശ്രീ കുളം തോണ്ടൽ. ചേച്ചി വാ എന്നും പറഞ്ഞ് രാജേശ്വരിയെ അപ്പുറത്തേക്ക് വിളിക്കുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം രാജേശ്വരിയെ മാത്രം മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് പ്രീതിക്ക് ചായയുമായി പോകുന്ന ജയയാണ്. അതുകൊണ്ട് സത്യഭാമ ജയ എന്ന് വിളിക്കുകയാണ്. പ്രീതിക്കാണോ ചായ? അതെ. എങ്കിൽ അവൾക്ക് ഞാൻ കൊടുത്തോളാം, ഇങ്ങതാ. ചായ വാങ്ങിയ ശേഷം നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് ജയയെ പറഞ്ഞു വിടുകയാണ് സത്യഭാമ. മോളെ പ്രീതി എന്നും പറഞ്ഞ് വാതിൽ തട്ടുകയാണ് സത്യഭാമ. പ്രീതി തുറക്കാഞ്ഞപ്പോൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാണ് സത്യഭാമ. റൂമിൽ പ്രീതിയെ കാണാഞ്ഞപ്പോൾ ബാത്റൂമിന്റെ വാതിൽ മുട്ടി വിളിക്കുകയാണ് സത്യഭാമ. ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന സത്യഭാമ കാണുന്നത് കയ്യിലെ ഞരമ്പ് കുറിച്ച് ബക്കറ്റിലെ വെള്ളത്തിൽ കൈതാഴ്ത്തി വെച്ചിരിക്കുന്ന പ്രീതിയാണ്. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് സത്യഭാമ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.